ഹായ് മക്കളെ, ശരിക്കും നിങ്ങൾ പറ, സത്യസന്ധമായിട്ട് പറ, നിങ്ങൾക്ക് ഈ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ കഴിയുന്ന ഒരു സമയത്ത് ഉള്ള സീരിയസ്നെസ് ഇപ്പോൾ നിങ്ങൾക്കുണ്ടോ? സത്യസന്ധമായിട്ട് പറ, യെസ് ഓർ നോ. അത് മാത്രമേ നമ്മൾ ചോദിച്ചുള്ളൂ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ആ കമൻറ്റ് മാത്രം മതി. അത് മറ്റൊന്നിനല്ല, എനിക്ക് ലൈവുകളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി കാര്യത്തിലേക്ക് വരാം. സാറേ, സീരിയസ്നെസ് ഇല്ലാത്തത് ഒന്ന് ഞങ്ങളുടെ സ്കൂളിൽ ആർട്സാണ്, ഞങ്ങളുടെ അവസാനത്തെ വർഷമല്ലേ, ഞങ്ങൾ ഇപ്പോഴല്ലേ എൻജോയ് ചെയ്യേണ്ടി, ഞങ്ങൾ ടൂർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ആർട്സിൽ പങ്കെടുക്കണം, സ്പോർട്സിൽ പങ്കെടുക്കണം, സബ് ജില്ല, സ്റ്റേറ്റ്, ജില്ല, എല്ലാ തലങ്ങളിലും മക്കൾ പങ്കെടുക്കണം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇനി വെറും 4 മാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അല്ല സാർ, 4 മാസം അങ്ങനെയൊന്നുമല്ലല്ലോ, എക്സാമിന് ഇനിയും ഉണ്ടല്ലോ, മാസങ്ങളുണ്ട്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 1-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. മാത്രമല്ല, ഫെബ്രുവരി 5-ാം തീയതിയോ 10-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ മോഡൽ എക്സാം, അതായത് മെയിൻ എക്സാമിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ SSLC-യിലൊക്കെ എഴുതിയതാണല്ലോ, +1-ലൊക്കെ എഴുതിയാണല്ലോ, ഈ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് മുന്നിലുള്ള മാസങ്ങളുടെ കണക്ക് എത്ര? നിങ്ങൾ ഒന്നും കൂടി പറ. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഈ 4 മാസമുള്ളൂ. ഈ 4 മാസം കൊണ്ട് നിങ്ങൾ പൊളിറ്റിക്സ് പഠിക്കണം, ഹിസ്റ്ററി പഠിക്കണം, സോഷ്യോളജി പഠിക്കണം, എക്കണോമിക്സ് പഠിക്കണം, ജോഗ്രഫി പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ലാംഗ്വേജ് മലയാളമോ അറബിയോ സംസ്കൃതോ ഉറുദോ ഏതുമാവട്ടെ, ഹിന്ദി ഏതുമാവട്ടെ, ഇതൊക്കെ പഠിക്കണ്ടേ? 6 വിഷയങ്ങൾ പഠിക്കാൻ നിങ്ങളുടെ മുന്നിലുള്ള മാസം എത്ര? 4 മാസം, അതായത് 120 ദിവസം. അങ്ങനെ കൂടി പറ. ഈ 120 ദിവസം പഠിക്കാൻ മക്കളെ പൊളിറ്റിക്സിൽ മാത്രം എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഏകദേശം 20ൻ്റെ അടുത്തേക്ക് ചാപ്റ്ററുകൾ കണ്ടടാ. ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ച് തീർക്കണ്ടേ? ഹിസ്റ്ററിയിൽ ഏകദേശം 13 ചാപ്റ്ററിൽ വലിയ വലിയ ചാപ്റ്ററുകൾ അടങ്ങുന്ന ഇംഗ്ലീഷുണ്ട്. എക്കണോമിക്സിൽ നമുക്ക് കടിച്ചാൽ പറ്റാത്ത മാത്സും സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ വരുന്ന രൂപത്തിലല്ലേ. ഇത് എപ്പോഴാണ് പഠിച്ചു തീർക്കുക? സാറേ, ടൂർ വരുന്നുണ്ട്, ഞങ്ങൾ പോകണ്ടെന്നാണോ പറയുന്നത്? അല്ല, നിങ്ങൾ പോകണം. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായ മെൻറ്റർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൂറും പോകാം, കൃത്യമായ ആർട്സിൽ പങ്കെടുക്കാം, കൃത്യമായ സ്പോർട്സിൽ പങ്കെടുക്കാം. സാർ, ഇത് എവിടെ നിന്നാണ് ഈ മെൻറ്റർഷിപ്പ് കിട്ടുക? അതാണ് മക്കളെ നമ്മൾ പറയുന്നത്. 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ പിന്നാലെ നിങ്ങളുടെ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കയറുന്ന ബസ്സിൽ നിന്ന് കണ്ടക്ടർ വരെ ചോദിച്ചിട്ടുണ്ടാവും, 10ാം ക്ലാസ്സാണ് കാണാമല്ലോ മാർക്ക്, ചോദിച്ചിട്ടുണ്ടാവില്ലേ? സത്യസന്ധമായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. വീട്ടുകാർ ചോദിച്ചിട്ടുണ്ടാവും, നാട്ടുകാർ ചോദിച്ചിട്ടുണ്ടാവും, കുടുംബക്കാർ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ +2 എത്തിയപ്പോൾ ഒരാളും ചോദിക്കാനില്ല. ചോദിക്കൂ? ഇല്ല. ചോദിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളോട് തന്നെ കണ്ണാടിയുടെ മുന്നിൽ നോക്കി ചോദിക്കേണ്ടി വരും, ഞാൻ എന്താണ് ഇങ്ങനെ? 4 മാസമേ എൻ്റെ മുന്നിലുള്ളൂ, ഞാൻ ഇനിയും കളിച്ച് നടക്കാനോ? സാറേ, എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞുതരോ? ഇന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റിയ ഒരൊറ്റ പോംവഴി ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് മാത്രമാണ്. അതിൻ്റെ അപ്പുറം എനിക്കൊന്നും ചെയ്തു തരാനില്ല മക്കളെ. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്തതിന് നിങ്ങൾ കൃത്യമായി ഗൈഡ് ചെയ്തു പോകാനുള്ള കൃത്യമായ മെൻറ്റർഷിപ്പ് ഉണ്ട്. അതായത് ഞങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കൂടെ ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്ററെ പോലെ, നിങ്ങളുടെ ഒരു പാരൻറ്റിനെ പോലെ, മോളെ പഠിക്കണില്ലേ, ഇത് പഠിക്കി, ഓക്കെ മോള് ആർട്സിൽ പങ്കെടുത്തിട്ട് ഇതിന് വിന്നറായിട്ടുണ്ടല്ലേ, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്, ഇത് പറയാനും. എന്നാൽ പഠിത്തത്തിൽ നിന്ന് ഉഴപ്പിപ്പോകുമ്പോൾ നിങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോകാനും ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് വലിയൊരു കിട്ടലല്ലേ മക്കളെ? കേൾക്കാൻ ഒരാളുണ്ടാവുക, നമ്മുടെ കൂടെ ഒരാളുണ്ടാവുക എന്ന് പറയുമ്പോൾ പാരൻസിലുപരി പാരൻസിനെ പോലെ നമ്മുടെ കൂടെ ഒരാളുണ്ടാവുമെന്ന് മക്കളെ, ഇത് റിഗ്രറ്റ് അടിക്കേണ്ടി വരില്ല. ഞാൻ വീണ്ടും പറയാണ്, മാർച്ച് മാസം 1-ാം തീയതി നിങ്ങൾ എക്സാം ഹാളിൽ കയറുമ്പോൾ നിങ്ങളപ്പോൾ ഈ ഒരു വോയിസ് നിങ്ങളുടെ കാതിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ടാവും, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് പിടപെടുക്കുന്നുണ്ടാവും. ഒന്നും എഴുതാൻ കിട്ടുന്നില്ലല്ലോ, 2 1 വേർഡ് എനിക്ക് കിട്ടി, പക്ഷെ 3-ാമത്തെ എസ്സേ എനിക്ക് കിട്ടുന്നില്ലല്ലോ. എനിക്ക് എസ്സേ കിട്ടി, എനിക്ക് 5 മാർക്കിൻ്റെ ഒന്നും എനിക്കറിയില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, 4 മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ റിവിഷൻ തലത്തിലേക്ക് എത്തിച്ച് മാർച്ച് മാസം എഴുതുന്ന എക്സാമിൽ ഏറ്റവും കിടിലൻ മാർക്ക് വാങ്ങുന്ന മെയ് മാസം 12-ാം തീയതിയോ 15-ാം തീയതിയോ റിസൾട്ട് വരുമ്പോൾ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയും. 100% ഗ്യാരണ്ടിയാണ്. നമ്മൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് അറിയുന്നതല്ലേ ജൂപോട്ടിലെ, നിങ്ങൾക്ക് അറിയുന്നതില്ലേ എന്നെ, നിങ്ങൾക്ക് അറിയുന്നതല്ലേ നമ്മളെ. നിങ്ങൾ കൂടെ ഉണ്ടായാൽ മാത്രം മതി, പഠിക്കാനുള്ളൊരു മനസ്സ് മാത്രം മതി. ഈ 4 മാസം കൊണ്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിക്കും. ഇപ്പം തന്നെ മക്കളെ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഫാസ്റ്റ് ട്രാക്കിൽ നിങ്ങൾ എന്താ കയറി രജിസ്റ്റർ ചെയ്തിടുക. നിങ്ങൾക്ക് ഒരിക്കലും ഇത് നഷ്ടമാവില്ല. ഇതെൻ്റെ വാക്ക് മാത്രമല്ല, എജുപോട്ട് ഒന്നടങ്കം പറയുന്ന ഒരു വാക്കാണ്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളുന്നു. താങ്ക് യു.